ശക്തി ഭീമനപ്പുറമില്ല എന്ന് ഭീമൻ അഹങ്കരിച്ചു നടന്നിരുന്ന കാലം. പാണ്ഡവരിൽ ശക്തിയുടെ പ്രതീകമായിരുന്ന ഭീമൻ ഒരു ദിവസം ഒറ്റയ്ക്കായി കാട്ടിലേക്കിറങ്ങി. അതൊരു സാധാരണ സഞ്ചാരമല്ലായിരുന്നു. ചില പരമ്പരകളിൽ പറയുന്നത് സൗഗന്ധിക പുഷ്പത്തെ തേടിയായിരുന്നു അവന്റെ യാത്രയെന്ന്. മറ്റു ചിലർ പറയുന്നത് തന്റെ ബലത്തിന്റെ അതിരുകൾ പോലും ചിന്തിക്കാതെ കാട്ടിനെ കീറി മുന്നേറിയ ഒരു അഹങ്കാര നടപ്പായിരുന്നു എന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ആ ദിവസം ഭീമൻ വഴിയേ നടന്നതല്ല. വിധി അവനെ ഒരാളുടെ മുന്നിലേക്ക് കൊണ്ടുപോയതായിരുന്നു. ഗദ തോളിലേറ്റി പർവ്വതത്തെപ്പോലെ ചുമലുകളോടെ വനത്തിന്റെ ഹൃദയത്തിലേക്ക് ഭീമൻ കടന്നു. അവൻ മുന്നോട്ട് നീങ്ങും തോറും കാട് മാറിത്തുടങ്ങി. പക്ഷികൾ മിണ്ടാതെയായി. ഇലകൾ കാറ്റിന്റെ ദിശ മറന്ന് ചലിച്ചു. വനത്തിന്റെ ആഴത്തിൽ എന്തോ ഒരു സാധാരണ സാന്നിധ്യം ഉറങ്ങുന്നുവെന്ന പോലെ നിശബ്ദത കട്ടികൂടി. എന്നാൽ ഭീമൻ നിന്നില്ല. ശക്തിയുള്ളവർ പലപ്പോഴും സൂചനകൾ വായിക്കാറില്ല. അവർ തടസ്സം വരുവോളം മാത്രം മുന്നേറും. അങ്ങനെ ഒരു ഇടുങ്ങിയ വനപാതയുടെ നടുവിൽ അവന്റെ യാത്ര നിന്നുപോയി. ശത്രു സൈന്യമൊന്നുമല്ല, രാക്ഷസന്മാർ, ഒരു വൃദ്ധ വാനരൻ മാത്രം. ആ പഴയ വാനരൻ വഴിയുടെ നടുവിൽ വാൽ നീട്ടിക്കിടന്നിരുന്നു, ക്ഷീണിതനായി, നിർവീര്യനായി. ഭീമന്റെ കണ്ണിൽ അതൊരു അപമാനകരമായ കാഴ്ചയായിരുന്നു. ലോകം വിറക്കുന്ന തന്റെ വഴിയെ ഒരു വാനരൻ തടയുന്നു. ഭീമൻ അവനെ നോക്കി. ആ നോക്കിൽ കരുണയില്ല, ആദരമില്ല. അവൻ വഴിവിടാൻ പറഞ്ഞു. വൃദ്ധ വാനരൻ മന്ദമായി കണ്ണു തുറന്നു. ഭയമില്ല, ആവേശമില്ല. വളരെ ലളിതമായി അവൻ പറഞ്ഞു, ഞാൻ വൃദ്ധൻ. കഴിയുമെങ്കിൽ എന്റെ വാലൊന്ന് മാറ്റി നീ കടന്നു പോവുക. ആ വാക്കുകൾ ഭീമന് വെല്ലുവിളിയായി തോന്നി. അവൻ താഴ്ന്നു. ഒരു കൈകൊണ്ട് വാൽ പിടിച്ചു. അത് നീക്കുക അവന് ചെറുകാര്യമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു അവൻ കരുതിയത്. പക്ഷെ വാൽ അനങ്ങിയില്ല, ഒരിഞ്ച് പോലുമില്ല. ഭീമൻ ഭ്രമിച്ചു. ചെറിയൊരു അസ്വസ്ഥത മുഖത്ത് തെളിഞ്ഞു. പിന്നെ അവൻ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ കളിയായല്ല. ഗദ ഒതുക്കി വെച്ച് രണ്ട് കൈയും ചേർത്ത് മുഴുവൻ ബലവും അവൻ പ്രയോഗിച്ചു. ചുമലുകൾ കട്ടിയായി, ഭുജങ്ങൾ വീർപ്പുമുട്ടി, പാദങ്ങൾ മണ്ണിൽ കുത്തിനിന്നു. പക്ഷേ വാൽ ഇളകിയില്ല. ഇത് സാധാരണ വാനരനല്ല, ഇത് സാധാരണ ശക്തിയുമല്ല. പ്രഭു, താങ്കൾ ആരാണ്? ആ ചോദ്യം കേട്ടപ്പോൾ വൃദ്ധവാനരന്റെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരി തെളിഞ്ഞു. വനവും അതോടൊപ്പം മാറി. നിശബ്ദതയിൽ ഒരു ദിവ്യഭാരം നിറഞ്ഞു. അപ്പോൾ ആ വൃദ്ധവാനരൻ പറഞ്ഞു, ഭീമ, ഞാൻ വായുപുത്രൻ ഹനുമാൻ. ആ പേര് കേട്ട നിമിഷം ഭീമന്റെ ഉള്ളിലെന്തോ തകർന്നു വീണു. അവൻ തിരിച്ചറിഞ്ഞു, തന്റെ മുന്നിലിരുന്നത് ഒരു വൃദ്ധവാനരനല്ല, രാമനാമം ലോകമെങ്ങും മുഴക്കിയ മഹാവീരൻ, സമുദ്രം ലംഘിച്ചവൻ, ലങ്കയെ വിറപ്പിച്ചവൻ, വായുവിന്റെ മറ്റൊരു പുത്രൻ, സ്വന്തം അനിയന്റെ മുമ്പിൽ മറഞ്ഞിരുന്ന ജ്യേഷ്ഠൻ, ഹനുമാൻ. ഭീമന്റെ ബലം അന്ന് കുറയില്ല, പക്ഷേ അവന്റെ അഹങ്കാരമൊടുങ്ങി. അവൻ പതുക്കെ താഴ്ന്നു. ചുമലുകളിലെ ഗർവം അഴിഞ്ഞു വീണു. തല കുനിഞ്ഞു, കൈകൾ ചേർന്നു. വനത്തിന്റെ നടുവിൽ ശക്തിയുടെ പ്രതീകമായ ഭീമൻ ശക്തിയുടെ മഹത്വത്തിന്റെ മുമ്പിൽ നമസ്കരിച്ചു.